വചനം വചനം നീതിയുടെ വചനം ദൈവവചനം ജീവന്റെ വചനം നീതിയുടെ വചനം നീതിയുടെ വചനം. വീണ്ടും ഒരു പുതിയ ദിവസത്തെ കൂടി കാണുവാൻ ദൈവം നമുക്ക് അനുവദിച്ചതെന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീതിയുടെ വചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ആ വിഷയം യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എന്നുള്ളതാണ്. എന്നോട് പറയാം, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാ പ്രാർത്ഥനകളും സാധാരണ അവസാനിപ്പിക്കാറുള്ളത് രണ്ട് വിധത്തിലാണ്. ചിലർ അത് അവസാനിപ്പിക്കുന്നത് കർത്താവേ കരുണയുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നാണ് ചിലർ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? ആദ്യം യേശു ദൈവ കർത്താവിനെ കരുണ ഉള്ളവനാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഞങ്ങളോട് കരുണ ചെയ്യണമേ, കൃപ തോന്നണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇത് വാസ്തവത്തിൽ വിശ്വാസത്തിൽ കുറഞ്ഞവരുടെ പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ കുറഞ്ഞവരെന്ന് പറഞ്ഞാൽ ആരാണ്? നീതിയുടെ വചനം വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ ഇന്നും ഞാൻ ഭാവിയാണ്, ദോഷിയാണ്, എന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഇന്നും കഴിയുന്ന അവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ പ്രാർത്ഥനയാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചു, എന്നെ വീണ്ടെടുത്തു, എന്നെ വിശുദ്ധനാക്കി എന്ന് വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരുടെ മനസ്സിലുള്ള ആശയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് അത് ലഭിച്ചു എന്നുള്ള ആ വിശ്വാസത്തിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ എന്ന് അവർ പ്രാർത്ഥിക്കും. രണ്ടു കൂട്ടരും പ്രാർത്ഥിക്കുന്നത് അവസാനിപ്പിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും ലഭിക്കുന്ന പ്രതിഫലം ഏത് രീതിയിലായിരിക്കുമെന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത്, അത് കർത്താവാണ് തീരുമാനിക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പണ്ടൊരു എപ്പിസോഡ് ചെയ്തതാണ്. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയാണ് വളരെ ഫലിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായത്. ആരാണ് നീതിമാൻ? യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെയാണ് നമ്മൾ നീതിമാൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയാണ് കർത്താവ് കേൾക്കുന്നത്. നമ്മൾ ഈ ലോകത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും വിലയിരുത്തുമ്പോൾ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള പ്രവൃത്തി എന്താണ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രവൃത്തി എന്താണ്? അത് അറബിക്കടലിൻ്റെ മുകളിൽ കൂടി ഒരു പാലം നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ എണ്ണമില്ലാത്ത ആകാശഗോളങ്ങളിലെല്ലാം നമ്മൾ ചെന്ന് എത്തുന്നതോ അതിനാവശ്യമായിട്ടുള്ള ശക്തിയോ ബുദ്ധിയോ ആ കഴിവോ അല്ല. ഏറ്റവും ശക്തി ആവശ്യമുള്ളത്, ഇന്ന് പ്രപഞ്ചത്തിൽ ഏറ്റവും ശക്തി ആവശ്യമുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് മനുഷ്യൻ്റെ പാപമോചനമാണ്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചില എപ്പിസോഡുകളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതായത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ ഈ ശക്തിയുള്ളൂ. ഏത് ശക്തി? അമിതമായിട്ടുള്ള ഈ ശക്തി വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി.
ആ ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഇത് യേശുവിൻ്റെ നാമത്തിൽ യേശു ഇവിടുന്ന് കടന്നു പോയപ്പോൾ യേശു ക്രിസ്തു പറയുകയുണ്ടായി, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാം. കാരണം ഇനി എന്നോട് പറയാൻ ഞാനിവിടെ കാണത്തില്ല. ഞാൻ പരിശുദ്ധാത്മാവായിട്ട് നിങ്ങളുടെ ഉള്ളിലാണ് ഇനിയും വസിക്കാനായി കടന്നു വരുന്നത്. അതുകൊണ്ട് എൻ്റെ നാമം പറഞ്ഞാൽ നിങ്ങൾക്ക് പാപമോചനം ഉറപ്പാണ്, രോഗസൗഖ്യം ഉറപ്പാണ്, വിടുതൽ ഉറപ്പാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പക്ഷപാതക്കാരൻ്റെ സൗഖ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ് ഒരിക്കൽ. പക്ഷപാതക്കാരനോട് യേശു ക്രിസ്തു ആദ്യം പറഞ്ഞത് എന്താണ്? നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് കിടക്കയെടുത്ത് നടക്കുക എന്ന് അവരോട് പറഞ്ഞു. ഇത് യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രവർത്തന ശൈലിയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള പ്രവൃത്തി, ഏറ്റവും ശക്തി ആവശ്യമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് പാപമോചനമാണ്. അത് കൊടുത്തതിന് ശേഷമാണ് ദൈവം എല്ലാവർക്കും വിടുതൽ നൽകി തരുന്നത്. എന്താണ് അതിനുള്ള തെളിവുകൾ? അനേക തെളിവുകൾ അതിനുണ്ട്. ബർത്തിമായി വിളിച്ചു പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. ആ യേശുവേ എന്നുള്ള നാമം, ആ ഒരൊറ്റ വിളിയിൽ തന്നെ ബർത്തിമായിക്ക് സൗഖ്യം ആരംഭിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവന് സൗഖ്യം ലഭിക്കുന്നത്. ഭൂതഗ്രസ്തനായ മനുഷ്യനെ നമുക്കറിയാം. യേശു ക്രിസ്തു ഗദരദേശത്ത് കാല് ചവിട്ടിയ ഉടനെ അവൻ ചെന്ന് യേശു ക്രിസ്തുവിനെ സമീപിച്ചു. യേശുവേ, ദൈവത്തിൻ്റെ മഹോന്നതനായ പുത്ര, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്നാണ് അവൻ അഭിസംബോധന ചെയ്തത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? യേശുവേ എന്നുള്ള ഒരൊറ്റ വിളി, ആ വിളിയിൽ അവൻ്റെ ഭൂതം അവിടെ വിറയ്ക്കാൻ തുടങ്ങി, അവനെ വിട്ടു പോകാൻ തുടങ്ങി. അതിന് ശേഷമാണ് അവൻ്റെ ഭൂതങ്ങൾ അവനെ വിട്ടുപോയത്. ഇതാണ് ദൈവമക്കളെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷപ്പെടുവാൻ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ല. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ വന്ന് യോസഫിനോട് പറയുന്നത്, അവൻ തൻ്റെ ജനത്തിൻ്റെ പാപങ്ങളെ മോചിക്കാൻ ഇരിക്കൊണ്ട് അവനെ യേശു എന്ന് പേരിടണം. അപ്പോൾ പാപങ്ങളെ മോചിച്ചോ? ഇല്ല, ഈ മോചിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ശിശുവാണ് മറിയയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നത്. അവനിനി 33.5 വർഷക്കാലം ഇവിടെ ജീവിച്ച് മരിച്ച് തൻ്റെ രക്തം ചിന്തി ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ടെറ്റലസ്റ്റായ് എന്ന് പറയുന്ന ഒരവസരമുണ്ട്. സകലത് നിവർത്തിയായി എന്ന് പറയുന്ന ഒരവസരം. ആ അവസരത്തിലാണ് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ മുഴുവൻ തൻ്റെ രക്തം ഉപയോഗിച്ച് താൻ കഴുകിക്കളഞ്ഞത്. ഈ തിരിച്ചറിവാണ് പലപ്പോഴും നമുക്ക് ലഭിക്കാതെ പോകുന്നത്. അതൊരു വലിയ നഷ്ടമാണ് അങ്ങനെ ലഭിക്കാതെ പോയാൽ. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലും അതുപോലെ തന്നെ പ്രവാചക പുസ്തകങ്ങളിലെല്ലാം, അതായത് പ്രവാചകന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവന് അവൻ്റെ നാമം മൂലം പ്രൈസ് ദി ലോർഡ് പാപമോചനമുണ്ട് എന്ന്. ഈ വചനങ്ങളെല്ലാം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അത് നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതായത് അപ്പോസ്തല പ്രവർത്തികൾ
10:43 അത് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ നാമം മൂലം പാപമോചനമുണ്ട് എന്ന്. പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തീയ വിശ്വാസികളെ പീഡിപ്പിക്കുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട് ദമസ്കൂസിൻ്റെ പടിവാതിക്കൽ ചെന്നപ്പോൾ യേശു ക്രിസ്തു അവനെ പിടികൂടി. അവനൊരു വലിയ വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തിൽ അവൻ വീണ് നിലംപരിചായി, അന്ധനായി തീർന്നു. അവിടെ കിടന്നുകൊണ്ടാണ് അവൻ പറയുന്നത്, കർത്താവേ നീ ആരാകുന്നു? അപ്പോൾ യേശു അത് ബാക്കി ഭാഗം പൂരിപ്പിച്ചു കൊടുത്തു. എന്താണത്? നീ വിളിക്കുന്ന കർത്താവാണ് ഞാൻ, യേശു. നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. അപ്പോൾ യേശുവിനെ കർത്താവെന്നവൻ വായ്കൊണ്ട് ഏറ്റുപറഞ്ഞു. ഇതാണ് പിന്നീട് റോമാലേഖനത്തിൻ്റെ കാമ്പായി നാം കാണുന്നത്. യേശുവിനെ കർത്താവെന്ന വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടക്കുകയാണ്. ഈ പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ കാണുന്ന ഈ യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണെന്നുള്ളതിൻ്റെ തെളിവാണത്. അവിടെ വന്ന് നിന്ന് തന്നോട് സംസാരിക്കുന്നത്. എന്നിട്ട് അനന്യാസിനോട് സംസാരിച്ചു, നീ പോയി എൻ്റെ ദാസൻ അവിടെ അന്ധനായി കിടക്കുന്ന അവൻ്റെ മേൽ കൈവച്ചവനെ സൗഖ്യം അവന് കാഴ്ച കൊടുക്കണം. അപ്പോൾ അനന്യാസ് യേശുവിനെ കുറ്റാരോപിതനാകുക, യേശുവേ ഞാൻ കടന്തക്കൂട്ടിലാണ് പോയി കൈയിടാൻ യേശു എന്നോട് പറയുന്നത്. അവൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു വധിക്കുവാനായി ഇറങ്ങിപ്പുറപ്പെട്ടവനാണ്. മഹാപുരോഹിതൻ്റെ അധികാരപത്രവുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അവൻ്റെ കീഴിൽ ഞാൻ ചെന്ന് തല വെച്ച് കൊടുക്കണോ? യേശു വളരെ ശാന്തനായി പറഞ്ഞു, ഞാൻ കൽപ്പിച്ചു, നീ പോകാം. ഇത്ര മാത്രമേ ഉള്ളൂ. ആ വാക്കിൽ അവൻ ഇറങ്ങിപ്പുറപ്പെട്ടു. അവിടെ ചെന്ന് അവൻ്റെ മേൽ കൈവച്ച് അവനോട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പറയണം. എന്താണത്? ഞാൻ അവനെ എൻ്റെ നാമം എല്ലാ ജാതികളുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ വഹിപ്പാനുള്ള ഒരു പാത്രമാക്കുന്നു. അവനൊരു പാത്രമാകുന്നു. ഇപ്പോൾ എന്തിനുള്ള പാത്രം? യേശുവിൻ്റെ നാമം എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു പാത്രം. പോയി വെറുതെ പോകാനാണോ? അല്ല, അത് രാജാക്കന്മാരുടെ മുമ്പിൽ പോയിന്ന് ധൈര്യത്തോടെ പറയണം. അവിശ്വാസികളായ ഇസ്രായേൽ ജനതയോട് പറയണം. സകല ജാതികളോടും പറയുവാൻ പൗലോസ് അപ്പോസ്തലനെ അവിടെ വെച്ച് അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കുകയാണ് കർത്താവ്. ഇതാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഈ ശക്തി വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. ഈ ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതെപ്പോഴാണ് വരുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരുശലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റങ്ങളോളം എൻ്റെ സാക്ഷികളാകും. എപ്പോഴാണ് ഈ ശക്തി ലഭിക്കുമ്പോൾ? ഇങ്ങനെ ശക്തി ലഭിച്ച ആളുകളാണ് ആരൊക്കെ? 2 പേരുണ്ട്. അതായത് ഈ ശക്തി ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം, അതിനു മുമ്പ് അവർക്ക് ഈ ശക്തിയൊന്നുമില്ലായിരുന്നു. ഒരാൾ പത്രോസ് അപ്പോസ്തലനാണ്, ഒരാൾ യോഹന്നാൻ. പത്രോസും യോഹന്നാനുമാണ് ശക്തിയുള്ള ഈ 2 വ്യക്തികൾ, ശക്തി പ്രാപിച്ചവർ. അവർ യേശുവിൻ്റെ നാമം
എടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് നടത്തുന്ന ഒരു സംഭവം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ കാണാം. 9-ാം മണി നേരത്തെ രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ദേവാലയത്തിൻ്റെ വാതിലിനടുത്ത് എല്ലാ ദിവസങ്ങളിലും ആരാധന നടക്കുമ്പോഴെല്ലാം വിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യനെ കൊണ്ടിരുത്തുമാറുണ്ട്. ഇവരും ആ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വഴിയിലൂടെ കടക്കുകയാണ്. അവർ കടന്നു പോകുമ്പോൾ ഇവൻ സാധാരണ എല്ലാവരോടും നിലവിളിക്കുന്നത് പോലെ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. അവൻ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? എന്തെങ്കിലും ചില സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇവൻ വിളിക്കുന്നത്. പത്രോസും യോഹന്നാനും കൈമലർത്തി, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, എന്നാൽ ഞങ്ങളുടെ കയ്യിൽ ഉള്ള ഒന്നുണ്ട്. എന്താണത്? യേശുവിൻ്റെ നാമം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളുടെ കയ്യിലുള്ളത് വെള്ളിയേക്കാളിലും പൊന്നിനേക്കാളിലും ഉള്ള വിലയുള്ള ഒരു നാമമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ആ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. അവൻ ചാടി എഴുന്നേറ്റപ്പോൾ ആളുകളെല്ലാം അന്തം വിട്ടു. എന്താണ് ഈ സംഭവിക്കുന്നത്? ഇവരെവിടെ നിന്ന് വന്നു? ഇവരിൽ ഈ ശക്തി എങ്ങനെ ഉണ്ടായി? അവർ ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഇവൻ എഴുന്നേക്കാൻ തുടങ്ങിയത്? യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവിടെയാണ് നമ്മൾ കാണുന്നത്. അതായത് പല പ്രാവശ്യം ഈ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലൂടെ യേശു ക്രിസ്തു കടന്നു പോയിട്ടുണ്ട്. എന്നാൽ സൗഖ്യമാക്കിയോ ഇവനെ? ഇവനെല്ലാ ദിവസവും വന്നിരിക്കാറുണ്ട്. ഇവനെ സൗഖ്യമാക്കിയില്ല. എന്താണ് കാരണം? എൻ്റെ പുറകെ ഞാൻ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞാൻ എൻ്റെ ശക്തി പകർന്ന ദൈവ മക്കളായിട്ടുള്ള കുറേ പേര് വരുന്നുണ്ട്. അതായത് പരിശുദ്ധാത്മാവ് നടത്തുന്നവർക്ക് ഒരു പേരുണ്ട്. എന്താണ് അവർക്ക്? ദൈവ മക്കൾ. അത് റോമർ 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ളവരെ ദൈവപുത്രന്മാർ എന്ന് വിളിക്കും. ഈ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായിട്ട് സൃഷ്ടി മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വചനം വായിക്കുന്നില്ല. റോമർ 8:19 പറഞ്ഞത്. ഈ ശക്തി വെളിപ്പെടുവാൻ, അതായത് ദൈവപുത്രന്മാരുടെ ശക്തി വെളിപ്പെടുവാൻ, ഈ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് യേശു ക്രിസ്തു സൗഖ്യമാക്കാതിരുന്ന അവന്? ഇവർക്ക് ചാൻസ് കൊടുത്തതാണ്. ആർക്ക്? തൻ്റെ താൻ ദൈവപുത്രന്മാരാക്കിയ ദൈവപുത്രന്മാർക്ക് അവസരം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഇവർക്ക് അവസരം കൊടുത്താൽ ഇവരിൽ കൂടി അനേകർ കർത്താവിനെ അറിയുവാനിടയായിത്തീരും. ഇവർ ആ യെരുശലേം ദേവാലയത്തിലെ ഒരു സംഭവമായി മാറി. യെരുശലേം ദേവാലയത്തിലെ ഒരു സംഭവമായി മാറി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു പവർ ഗ്രൂപ്പുണ്ട് യെരുശലേം ദേവാലയത്തിൽ. ആരാണ് ഈ പവർ ഗ്രൂപ്പിലുള്ളത്? ഈ പവർ ഗ്രൂപ്പ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാൻ കാരണം ഇപ്പം എല്ലാവർക്കും അത് പരിചയമുള്ള ഒരു വാക്കാണ്. അവിടുത്തെ പവർ ഗ്രൂപ്പിലുള്ള പുരോഹിതന്മാർ, പടനായകന്, സദൂക്യര്, ഈ 3 കൂട്ടരാണ് അവിടെ ഏറ്റവും ശക്തി ആർജിച്ച് നിൽക്കുന്നത്. അവർ പറയുന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവരെല്ലാം കൂടെ ഒത്തുകൂടി. ഇവരുടെ കൂടെ ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ഉണ്ട്. ഈ സദൂക്യർ എന്നൊക്കെ പറഞ്ഞാൽ അവർ സന്നിധി സംഘത്തിലെ അംഗങ്ങളാണ്, പവറുകളാണ്. അതുകൊണ്ട് അതിന് പവർ ഗ്രൂപ്പ് എന്നുള്ള പേര് ഞാൻ കൊടുത്തു. അവർ പറയുന്ന പോലെ പള്ളി കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അവരെല്ലാം കൂടെ ഒത്തുകൂടി ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ആര്? പത്രോസിനെയും യോഹന്നാനെയും ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. കാരണം ആളുകളെല്ലാം അവരുടെ ചുറ്റുമാണ് ഇപ്പോൾ കൂടുന്നത്. ബാക്കിയുള്ളവരെയൊക്കെ തടഞ്ഞിട്ട് ഇവരുടെ ചുറ്റും കൂടിയിരിക്കുകയാണ്.
യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇവരൊരു തീരുമാനമെടുത്തു. അവരെ കൂടെ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ വിളിച്ച് അവരോട് ഇവരും ചേർന്നൊരു തീരുമാനത്തിലെത്തി. എന്താണ്? നിങ്ങൾ ഇനിയും എന്തോ വേണേ ചെയ്തോ, പക്ഷേ യേശുവിൻ്റെ നാമം പറയരുത്. ഇതാണ് ഈ പവർ ഗ്രൂപ്പ് പത്രോസിനോടും യോഹന്നാനോടും ആവശ്യപ്പെടുന്നത്. എന്നാൽ യേശുവിൻ്റെ നാമം പറയാതിരിക്കാൻ പറ്റുമോ? അവർ തക്ക മറുപടിയാണ് കൊടുത്തത്. അവർ പറഞ്ഞു, നിങ്ങളെ ഞാൻ ദൈവത്തേക്കാൾ കൂടുതൽ അനുസരിക്കുക എന്ന് പറയുന്നത് യുക്തമാണോ? നിങ്ങൾ തന്നെ പറ. അവർക്ക് ഉത്തരം മുട്ടിപ്പോയി. വീണ്ടും പല പ്രാവശ്യം ഇങ്ങനെ ഇതിനെ തർജ്ജനം ചെയ്യുക, അല്ലെങ്കിൽ വാണിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളിനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞു വിട്ടു. എന്നാൽ പത്രോസും യോഹന്നാനും ദൈവപുത്രന്മാരാണ്. അവരുടെ വെളിപ്പാടിനായിട്ട് ഈ സൃഷ്ടി മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ വേണ്ടി ഈ സൃഷ്ടി മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അവർക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അവർ ലോകത്തിൻ്റെ സുവിശേഷകരായി മാറിയത്. ഈ ഒരു സത്യം പലപ്പോഴും മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ല. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് നാം നീതിയുടെ വചനത്തിലേക്ക് കടക്കുമ്പോൾ ഈ ദൈവപുത്രന്മാരുടെ അവസ്ഥയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ വെളിപ്പാടിന് വേണ്ടിയാണ് ഈ സൃഷ്ടി മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വെളിപ്പെടാൻ മനസ്സുണ്ടോ? ഇപ്പോഴും നമ്മൾ ഭാവിയാണ്, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഞാൻ കഴിവില്ലാത്തവനാണ് എന്ന് പറഞ്ഞിരിക്കുകയല്ലേ? എല്ലാ ആഴ്ചയും എല്ലാ മാസവും പോയി ഈ പാപവും ഏറ്റു പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് നടക്കുകയല്ലേ? ഈ പാപവും വഹിച്ചുകൊണ്ട് ഈ പാപത്തിൻ്റെ ശക്തിയെ ഇല്ലാതെയാക്കി തീർക്കുവാൻ ആർക്ക് കഴിയും? യേശുവിൻ്റെ രക്തത്തിന് കഴിയും. ആ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീതിയുടെ വചനത്തിൻ്റെ കഴമ്പെന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ദൈവമക്കളെ, ജീവിതത്തിൽ ഇതുപോലെ മഹത്തായ ഒരു സന്ദേശം നമുക്ക് ലഭിക്കുവാനില്ല. ആ സന്ദേശത്തിന് നമ്മൾ ചെവി കൊടുക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഈ വിലപ്പെട്ട ജീവിതം പല പല വിശ്വാസ പ്രമാണങ്ങളുടെ കീഴിൽ നാം തലവെച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ഈ വിലപ്പെട്ട ഒരേ ഒരു ജീവിതം, എത്ര ജീവിതമുണ്ട് നമുക്കിവിടെ? ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇത്രമാത്രം വലിയ ഒരു രക്ഷയെ കർത്താവ് കാണിച്ചു തന്നിട്ടും അതിനെ ഗണ്യമാക്കാതെ നാം പോയാൽ അതെത്ര ഭയാനകമാണെന്നുള്ള വചനം തന്നെ നമ്മളെ പഠിപ്പിക്കും. ആ രക്ഷയുടെ സന്ദേശം എന്താണ്? ആ രക്ഷയുടെ സന്ദേശം യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ നാം രക്ഷിക്കപ്പെട്ടവരാകുന്നു. ആ നാമത്തിന് മാത്രമേ മനുഷ്യരാശിയെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ആ നാമത്തിന് മാത്രമേ മനുഷ്യൻ്റെ പാപങ്ങളെ മോചിച്ചു കളയാൻ കഴിയുള്ളൂ. ആ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആ നാമത്തെ ഏറ്റെടുത്തുകൊണ്ട്, ആ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം തുടരാൻ അതിന് തൻ്റെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. ആമേൻ.